NH-66 ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണി പൂർത്തിയായി എന്ന് അധികാരികൾ അവകാശപ്പെടുന്ന ഒരു സർവീസ് റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. വള്ളുവള്ളി സ്കൂൾപ്പടി മുതൽ കൊച്ചാൽ വരെയുള്ള ഭാഗത്തുകൂടി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടിരിക്കണം. ഇതൊരു സാധാരണ റോഡിലെ പ്രശ്നമല്ല. പൂർണ്ണമായും പണി കഴിഞ്ഞ ഈ സർവീസ് റോഡ് ശരിക്കും ഇടിഞ്ഞു താഴുകയാണ് ഉണ്ടായത്. റോഡ് വലിയ രീതിയിൽ ഇടിഞ്ഞു താഴ്ന്നപ്പോൾ ആ ഭാഗത്ത് സ്വാഭാവികമായും വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങി. സത്യം പറയാലോ, ഇവർ ഈ മണ്ണ് കൊണ്ടുവന്ന് അടിക്കുന്നതിനു മുൻപ് അവിടെ വെറുമൊരു വെള്ളക്കെട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടികൾക്കൊരുവിധം പോകാമായിരുന്നു. അപ്പോഴാണ് ഇതിനൊരു ഉഗ്രൻ പരിഹാരം കാണാൻ നമ്മുടെ അധികാരികൾക്ക് തോന്നിയത്. വെള്ളക്കെട്ട് മാറ്റാൻ എന്തു ചെയ്യും? വേറൊന്നും ചിന്തിച്ചില്ല. കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് അതിലേക്കങ്ങോട്ട് തട്ടി. ഇപ്പം എന്തായി? വെള്ളക്കെട്ടും പോയില്ല. അതിലെ പോയിരുന്ന വണ്ടികളുടെ കാര്യവും തീരുമാനമായി. വെള്ളവും ആ അടിച്ച മണ്ണും കൂടി കലർന്ന് അവിടെ മുഴുവൻ കുഴമ്പു പരുവത്തിലായി കിടക്കുകയാണ്. അശോക് ലെയ്ലാൻഡ് ഷോറൂമിന് മുൻപിലെ അവസ്ഥ കണ്ടാൽ തോന്നും ഇതൊരു പാടമാണെന്ന്. ഞാറു നടാൻ പാകത്തിന് ചളി ഉഴുതുമറിച്ച് ഇട്ടിട്ടുണ്ട്. ഒന്നും ചെയ്യാതിരുന്നെങ്കിൽ ആ വെള്ളത്തിലൂടെയെങ്കിലും വണ്ടികൾക്ക് പോകാമായിരുന്നു. ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് പോകാനും പറ്റില്ല, കാൽനടയാത്രക്കാർക്ക് നടക്കാനും പറ്റില്ല. റോഡ് നന്നാക്കാൻ വന്ന് ഉണ്ടായിരുന്ന റോഡ് കൂടി കുളമാക്കി തന്ന ആ വലിയ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. എന്തായാലും ഇതുവഴി വരുന്നവർ സൂക്ഷിക്കുക.